പെരിങ്ങൽകുത്ത് ഡാമിന്റെ സ്പിൽവേ തുറന്നിട്ടുണ്ട്. കോഴിക്കോട് തീരമേഖലയിൽ വലിയ രീതിയിലുള്ള കടലാക്രമണം ഉണ്ടായി, വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന വിവരം പുറത്തുവരുന്നു. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ എന്നുള്ള കാര്യം പരിശോധിക്കാം. അഭിജിത്ത് മുഴക്കുന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിജിത്ത്, എന്താണ് പുതിയ വിവരങ്ങൾ? നേരത്തെ രാവിലെ മുതൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ മലബാർ മേഖലയിൽ ഒന്നാകെ പരിശോധിക്കുകയാണെങ്കിൽ ഉണ്ടാവുന്നുണ്ട്. കോഴിക്കോടൊക്കെ പ്രത്യേകിച്ച് മാത്തോട്ടം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ മരം വീഴുന്നതും ഗതാഗതം തടസ്സപ്പെടുന്നതും വലിയ പ്രതിസന്ധി ഉണ്ടാവുന്നതുമൊക്കെ കഴിഞ്ഞ മണിക്കൂറുകളിൽ കണ്ടിരുന്നു. എന്താണ് പുതിയ സാഹചര്യം? ഇപ്പോൾ മഴയുണ്ടോ അഭിജിത്ത്? ഞാനിപ്പോൾ ഭട്ട് റോഡിലാണുള്ളത്. ഇവിടെ ഇപ്പോൾ വലിയ രീതിയിലുള്ള കടലാക്രമണം അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ വേലിയിറക്കത്തിന്റെ സമയമാണ്, പക്ഷെ അപ്പോൾ പോലും രൂക്ഷമായ രീതിയിലുള്ള കടലാക്രമണം ഈ മേഖലയിൽ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വീടുകളിലേക്കൊക്കെ വെള്ളം അടിച്ചു കയറുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇത് ഈ മഴ തുടങ്ങിയ സമയത്ത് മുതൽ തന്നെ രാത്രിയിലും രാവിലെയുമായി ഈ ഭട്ട് റോഡിലുള്ളവർ അനുഭവിക്കുന്ന ഒരു ദുരിതമാണ്. ഏതാണ്ട് 300 മീറ്ററോളം ദൂരത്തിൽ ഇവിടെ കടൽ ഭിത്തി, സംരക്ഷണ ഭിത്തി തകർന്നിട്ടുണ്ട്. അതാണ് ഈ രൂക്ഷമായ രീതിയിൽ ഈ തിരമാലകൾ വീട്ടിലേക്ക് അടിച്ചു കയറാനുള്ള ഒരു കാരണമായി പറയുന്നത്. നമുക്കൊപ്പം ഇവിടെ ഈ പ്രദേശവാസികൾ തന്നെ ചേരുന്നുണ്ട്. ചേട്ടാ, വലിയ ബുദ്ധിമുട്ടാണല്ലോ ഈ കടൽ ഇങ്ങനെ അടിച്ച്? വീട്ടിൽ തന്നെ കിടന്നുറങ്ങാൻ കഴിയണില്ല. ആ തോതിലാണ് ഇപ്പം ഇവിടെ ജീവിക്കുക. ചെറിയ കുട്ടികളെല്ലാം കണ്ടില്ലേ, കുട്ടികളെ മക്കളെല്ലാം ആയിട്ട് രാത്രി ഉറക്കം കഴിഞ്ഞിരിക്കില്ല. ഇതിപ്പോൾ കുറേ ദിവസമായി തുടങ്ങിയിട്ട്. ചേട്ടാ, ഇതിപ്പോ ഈ വേലിയിറക്കത്തിന്റെ സമയമാണ്. വേലിയേറ്റത്തിന്റെ സമയമാകുമ്പോൾ വല്ലാത്ത പ്രശ്നം. വേലിയിറക്കത്തിനല്ല, വേലിയേറ്റത്തിനാ ഭയങ്കര ബുദ്ധിമുട്ട്. ഇപ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല. ഇനി രാത്രി സമയത്തെല്ലാം വളരെ ബുദ്ധിമുട്ടാണ്. വീട്ടിൽ താമസിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിപ്പോൾ എന്തായാലും ഒരു കടൽ ഭിത്തി നിർമ്മിക്കാണ്ട് ഒരു രക്ഷയില്ല. സംരക്ഷണ ഭിത്തി വലിയ ദൂരത്തിൽ തകർന്നിട്ടുണ്ടല്ലേ? ഒരു 300 മീറ്ററോളം തകർന്നിട്ടുണ്ട്. ഇവിടെ എല്ലാ വർഷവും സർക്കാരിൻ്റെ ആളുകൾ പ്രതിനിധികൾ വന്നിട്ട് നോക്കി ചെയ്യാമെന്ന് പറഞ്ഞ് പോകാമെന്നല്ലാണ്ട് പിന്നീട് ആരും ഇത് ശ്രദ്ധിക്കുന്നില്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ബുദ്ധിമുട്ടാണിത്. കാരണം ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള സമയത്ത് എല്ലാവരും വന്ന് പോകുന്നല്ലാതെ ഇത്തരം കാലത്തൊന്നും ചെയ്യാനും പറ്റിയിട്ടില്ല. അത് തന്നെയാണ് ഏറ്റവും പ്രധാന പ്രശ്നം. ഇവിടെ സംരക്ഷണ ഭിത്തിയുണ്ട്, പക്ഷെ അത് തകർന്നിട്ട് കാലങ്ങളായി. അത് നന്നാക്കുന്നതിനാവശ്യമായ നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചേച്ചി, ഈ രാത്രിയാകുമ്പോൾ വീടുകളിലേക്കൊക്കെ വെള്ളമടിച്ച് കയറുന്നിട്ട് ഞങ്ങൾക്ക് ഉറങ്ങാനൊന്നും കുട്ടികളായിട്ട് ഇറക്കൊന്നും വരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. 10 കൊല്ലം ഈ സൈഡിൽ ഇട്ടിട്ട് കല്ലൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. എത്രയും പെട്ടെന്ന് കല്ല് കൊണ്ടുവന്ന് ഇടാൻ പറയണം, അത്രയേ ഉള്ളൂ. കുട്ടികളെയും കൊണ്ട് ഞങ്ങൾക്ക് എവിടെയും പോകാൻ കഴിയണില്ല. ചെറിയ ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്. കുട്ടികളൊക്കെ ഇതൊക്കെ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ 300 മീറ്ററോളം ദൂരത്തിൽ ഈ കടൽ ഭിത്തി തകർന്ന ഒരു പ്രശ്നമുണ്ട്. അതിനാൽ തന്നെ പ്രത്യേകിച്ച് ഈ വേലിയേറ്റത്തിൻ്റെ സമയത്ത് വെള്ളം അടിച്ച് വീടുകളിലേക്ക് കയറുന്ന ഒരു പ്രശ്നമുണ്ട്. ഏതായാലും കടൽ ഭിത്തി നിർമ്മിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭട്ട് റോഡിൽ മാത്രമല്ല, ശാന്തിനഗർ കോളനിയിൽ ഉൾപ്പെടെ സമാനമായ ഒരു സാഹചര്യം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശക്തമായ കാറ്റ് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ പോയാൽ നമുക്ക് കാണാം, കടൽ വളരെ രൂക്ഷമായി തന്നെ അടിച്ചു കയറുന്ന ഒരു നിലയും കാണുന്നുണ്ട്. ഏതായാലും മഴയ്ക്ക് അല്പം ഒരു ശമനമുണ്ട്, പക്ഷേ കാറ്റും ഇതുപോലെ തന്നെ കടലാക്രമണവും രൂക്ഷമായി തന്നെ തുടരുകയാണ്. ശരി, ഭട്ട് റോഡ് മേഖലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്, വിവരങ്ങളാണ് അഭിജിത്ത് മുഴക്കുന്ന് പങ്കുവച്ചത്. അവിടെ ഈ മഴക്കാലം എത്തുന്നതിന് മുമ്പേ തന്നെ കടൽഭിത്തി നിർമ്മാണം പൂർത്തിയാക്കണം എന്നുള്ള ആവശ്യമൊക്കെ നാട്ടുകാർ മുന്നോട്ട് വെച്ചിരുന്നു. കടൽഭിത്തിയുള്ള ചിലയിടത്ത് തന്നെ അത് തകർന്നുപോയ സാഹചര്യമുണ്ട്. അത് പുതുക്കി പണിയണം എന്നുള്ള ആവശ്യമൊക്കെ നാട്ടുകാർ മുന്നോട്ട് വെച്ചതാണ്. പക്ഷേ അതൊന്നും ഫലം കണ്ടില്ല. ഇപ്പോഴവിടെ വീടുകളിലേക്കടക്കം വെള്ളം ഇരച്ചെത്തുന്ന സാഹചര്യമാണ്. നാട്ടുകാരടക്കം പ്രതികരിക്കുകയായിരുന്നു.